നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കെ എം എബ്രഹാം പറയുന്നത്. ഒപ്പം തന്നെ കിഫ്ബിയുടെ സിഇഒ പദവിയിൽ നിന്ന് അദ്ദേഹം രാജിവെക്കില്ല എന്നും പറയുന്നു. അപ്പോൾ ഇത്തരം ആരോപണ വിധേയനായ ഒരു വ്യക്തി അത് കോടതിയിൽ തെളിയിക്കും മുമ്പ് എന്തായിരിക്കാം അങ്ങനെ ഇത്തരത്തിലൊരു രാജിക്ക് തയ്യാറല്ല എന്നൊക്കെ പറയാൻ കാരണം? ഷഫീദ് റാവുത്തറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന വിഷയം ഉണ്ട്. അത് നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം കിഫ്ബിയുടെ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ ഇന്നത്തെ ഈ വിഷുദിനത്തിൽ അദ്ദേഹം ജീവനക്കാർക്ക് നൽകിയ ആശംസയിൽ പറയുമ്പോൾ സധൈര്യം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് കെ എം എബ്രാഹിമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നത തലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കിടയിലെ വലിയ പ്രശ്നങ്ങൾ, രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള വലിയൊരു പ്രശ്നം, അതാണോ ഇങ്ങനെയൊരു ആരോപണത്തിലേക്ക് നയിച്ചത്? വിജിലൻസ് കോടതി തള്ളിയ കേസാണ് അത്. കോടതി വീണ്ടും ഈ കാര്യം റിപ്പോർട്ടൊക്കെ പരിശോധിക്കുന്നതിലൊക്കെ തന്നെ വീഴ്ച വന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ CBI അന്വേഷണത്തിന് പോകണം. പക്ഷെ അപ്പോഴും ഇത്ര ധൈര്യത്തോടു കൂടി അദ്ദേഹം പറയുമ്പോൾ, കൊല്ലത്തെ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും കോടികളുടെ സ്വത്താണ്, അതിൽ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടുകളിലാണ് അതിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്തിയിരുന്നത്. പക്ഷെ അതൊക്കെ തന്നെ ഇപ്പോൾ പാരമ്പര്യ സ്വത്തായി കിട്ടിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇക്കാര്യത്തിൽ കെ എം എബ്രഹാം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഈ തുടർ നിയമ നടപടി സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ക്ലാരിറ്റി കിട്ടി എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതുവരെ മിണ്ടാതിരുന്ന അദ്ദേഹം സ്വാഭാവികമായും ഈ വിവരമടക്കം പുറത്തു വരും എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ആ ഒരു തുറന്ന പ്രതികരണം, ഒരു തുറന്ന വിശദീകരണ കുറിപ്പായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. കാരണം മുഖ്യമന്ത്രിയുടെ അടക്കം അറിവോടുകൂടി ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കുക എന്നുള്ള CPM-ന്റെ സ്വാഭാവികമായും അവരുടെ ഒരു പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു നിലപാട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും നിൽക്കുന്ന ഒരാളാണ്. അതിനപ്പുറത്തേക്ക് ഏറ്റവും അടുപ്പത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു അലിഗേഷൻ വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട്. മാത്രവുമല്ല, ഇതിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹം കോടതികളിലേക്ക് ഇനി പോകുമ്പോൾ, തുടർ നടപടികളുമായി പോകുമ്പോൾ അദ്ദേഹം ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹർജിക്കാരനും അതേപോലെ ഒരു മുൻ വിജിലൻസ് മേധാവി, അദ്ദേഹം ഈ ചാനൽ അഭിമുഖത്തിലൊക്കെ വന്ന് തനിക്കെതിരെ പ്രചരണം നടത്തിയെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമാണ് ആ രീതിയിൽ ഇവർ രണ്ടുപേരും നടത്തിയ ആസൂത്രണം, ഗൂഢാലോചന, അത് സംബന്ധിച്ചുള്ള വിവരം, അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ താൻ കണ്ടുപിടിച്ച ചില ക്രമക്കേടുകൾ, അതിന് സ്വീകരിച്ച നടപടികൾ, അതിനൊക്കെ വൈരാഗ്യം എന്നുള്ള വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഹർജിക്കാരന് തന്നോട് ശത്രുത എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഹർജിക്കാരൻ ഗൂഢാലോചന നടത്തി, ആ ഗൂഢാലോചനയിൽ ഒരു മുൻ IPS ഉദ്യോഗസ്ഥൻ പങ്കാളിയായി എന്നൊക്കെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആളെ നമുക്ക് വ്യക്തമാണ്. മാത്രമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്ന സാഹചര്യങ്ങളും നമുക്ക് വ്യക്തമാണ്. അതൊരു ജേക്കബ് തോമസ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറയുമ്പോൾ, അതിൽ പ്രത്യേകിച്ച് അദ്ദേഹം ഈ സെബിയുടെ ചുമതലയിലിരിക്കുന്ന സമയത്ത് താൻ ഡിസ്ക്ലോസ് ചെയ്ത, താൻ രേഖാമൂലം എഴുതി കൊടുത്തിട്ടുള്ള വിവരങ്ങൾ, അതിന്മേൽ നടത്തിയ ഒരു അത്തരത്തിലാണ് കെ എം എബ്രഹാം ഇപ്പോൾ ഒരു വിശദീകരണക്കുറിപ്പ് തന്നെ പറയാമെന്ന് തോന്നുന്നു. അത്തരത്തിൽ വിശ്വാസംസയുടെ ഭാഗമായാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതിയിലാണ് CBI അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. ആ ഉത്തരവിനെ സധൈര്യം നേരിടും എന്നാണ് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ എം എബ്രഹാം പറയുന്നത്.